മലപ്പുറത്ത് കൂരിയാട്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഒരുപാട് പറയാനുണ്ട്. വഖഫ് ഭേദഗതി നിയമം ഹർജികൾ ഇടക്കാല ഉത്തരവിനായി മാറ്റി. അമ്മ മകളെ പുഴയിലെറിഞ്ഞ് കൊന്ന കേസിൽ ആ കുട്ടി നേരിട്ടത് അതിക്രൂരമായ പീഡനം. അങ്ങനെ നിറയെ വലിയ വാർത്തകൾ ഉള്ളൊരു ദിവസമാണ്. പത്രങ്ങളും അങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മൾ പോകുന്നത് ദേശീയപാതയും ആ ദേശീയപാത തകർന്ന വിഷയവും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വാർത്തകൾ. കരാർ കമ്പനിക്ക് വിലക്ക്, പിന്നെ അതിലെ രാഷ്ട്രീയം കൂടി നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഇത് മൂന്നും ചേർന്ന് കാണുന്ന പത്രങ്ങളിലെ പ്രധാന വാർത്ത, മുഖ്യ വാർത്തയായി ഈ ദേശീയപാത, അതിൻ്റെ രാഷ്ട്രീയം, അത് തകർന്നത്, കരാർ കമ്പനി റദ്ദാക്കൽ. ആദ്യം മനോരമയിലേക്ക് പോകാം. മനോരമയാണ് ആ വാർത്ത കുറച്ചും കൂടി ഒന്നാം പേജിൽ മാതൃഭൂമി നന്നായി ഡിസൈൻ ചെയ്തെങ്കിൽ പോലും ആ വാർത്തയെ വളരെ സമഗ്രമായി കൈകാര്യം ചെയ്തിട്ടുള്ളത് മനോരമയാണ്. അതുകൊണ്ട് മനോരമയിലേക്ക് ആദ്യം പോകുന്നു. അതിലേറ്റവും പ്രധാനം കരാറുകാരെ വിലക്കി എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ KNRനെതിരെ ദേശീയപാതയുടെ അതോറിറ്റിയുടെ നടപടിയുണ്ട്. ഞാൻ ആ വാർത്ത വിശദമായി വായിക്കുന്നില്ല. എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തകളൊന്നാണത്. മനോരമയുടെ 9-ാം പേജിലാണ് കാര്യങ്ങൾ കുറച്ചും കൂടി വിശദമായും സമഗ്രമായും പറയുന്നത്. ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് 8 മാസം മുൻപ് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. കാരണം കുന്നിടിച്ചത് അശാസ്ത്രീയമായിട്ട്. നമുക്കറിയാം, കുന്ന് ഇടിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നലെ MK രാഘവനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ പരാതി പറയുകയൊക്കെ ചെയ്തിരുന്നു. മന്ത്രിയെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പരിസ്ഥിതി ആഘാതം അത് പഠിച്ചില്ല. മണ്ണിൻ്റെ ഘടന അത് മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അങ്ങനെ മനോരമ അതിനെ സമഗ്രമായി, ഇന്നലെയും മനോരമ ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്തത്. കുറച്ചും കൂടി ഇന്ന് സമഗ്രമായി അതിൻ്റെ ശാസ്ത്രീയ അവലോകനത്തിലേക്കാണ് പോകുന്നത്. ചെരുവുകൾക്ക് തട്ടുകൾ, അതായത് കുന്നിടിച്ചപ്പോൾ ചെരുവുകൾക്ക് തട്ടുകളില്ലാത്തത് അശാസ്ത്രീയമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂട്ടുന്നു. അങ്ങനെ വളരെ സമഗ്രമായ റിപ്പോർട്ട്, പ്രധാന കണ്ടെത്തലുകളും പ്രധാന ശുപാർശകളും. ദേശീയപാത അതോറിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ശുപാർശകൾ നൽകിയിരുന്നു. ആ ശുപാർശകൾ ഏതൊക്കെയാണെന്നും പറയുന്നുണ്ട്. ഈ അന്വേഷിക്കാൻ വന്ന സംഘം നടത്തിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ പറയുന്നുണ്ട്. അതിൽ മാനദണ്ഡങ്ങളുടെ വ്യാഖ്യാനം, അതായത് ദേശീയപാത നിർമ്മാണത്തിലും കുന്നിടിക്കലിലും ഈ റോഡിൻ്റെ മണ്ണ് ചേർക്കുന്നതിലുമൊക്കെ ഉള്ള മാനദണ്ഡങ്ങളുടെ വ്യാഖ്യാനം, മണ്ണ് പരിശോധനയെക്കുറിച്ചും ഭിത്തിയുടെ ഉയരവും അടിത്തറ. അങ്ങനെ പിന്നെ ഇനി ഏറ്റവും അവസാനം കരാർ കമ്പനിക്കുണ്ടായ നഷ്ടം കൂടി പറയുന്നുണ്ട്. ഞാൻ മാതൃഭൂമിയിലേക്ക് കൂടി വേഗം പോകാം. മാതൃഭൂമിയിൽ ഒന്നാം പേജിൽ കുറച്ചുകൂടി നന്നായി ഡിസൈൻ ചെയ്തിട്ടുള്ള മാതൃഭൂമിയാണ്. പക്ഷേ വാർത്തകളുടെ സമഗ്രത അപ്പുറത്താണെന്ന് മാത്രം. ഈ 4 റീച്ചുകൾ, അതായത് കാസർഗോഡ് മുതൽ ഇവിടെ ആലപ്പുഴ വരെയുള്ള 4 റീച്ചുകൾ അത് ഉടൻ തന്നെ തുറക്കില്ല എന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു പുതിയ വാർത്തയായിരിക്കും. മുഖ്യമന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് മാതൃഭൂമി കുറച്ചും കൂടി വിശദമായി പറയുന്നത്. ആ മുതൽ ക്ഷ വരെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്ക്. അത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്. ദേശീയപാത തകർച്ചയിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ ഉത്തരവാദിത്വമില്ല. എല്ലാ ജോലിയും വഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ആ മുതൽ ക്ഷ വരെയുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. അതിനാലാണ് വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ടത് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഈ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് ദേശീയപാത അതോറിറ്റിയും കമ്പനിയും ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ ജലന്ധർ റെഡ്ഡി, കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി, KNR കൺസ്ട്രക്ഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു 2 വശവും, ഹൈവേ എഞ്ചിനീയറിംഗ് ആരാണെന്നുള്ളതും KNR കൺസ്ട്രക്ഷൻ ആരാണെന്നുള്ളതും, അതായത് 2 പേരാണ് ഈ കൂരിയാട്ടെ മണ്ണിടിച്ചിലിൻ്റെ ഉത്തരവാദികൾ. 2 പേരാണ്, KNR കൺസ്ട്രക്ഷൻസും ഹൈവേ എഞ്ചിനീയറിംഗ്. ഇത് ആരാണെന്ന് കൂടി വിശദമായി പറയുന്നുണ്ട്. ഈ ഭോപ്പാൽ ആസ്ഥാനമായ കമ്പനിയാണ് ഹൈവേ എഞ്ചിനീയറിംഗ്, ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയാണ് KNR കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ മാതൃഭൂമി വിശദമായി പറയുന്നുണ്ട്. എന്തായാലും നേരെ മറിച്ച് ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോയതുകൊണ്ട് ദേശാഭിമാനിയിലേക്ക് പോകാം. കാരണം ദേശാഭിമാനിയാണ് രാഷ്ട്രീയത്തിന് ആ രൂപത്തിൽ മറുപടി നൽകിയിട്ടുള്ളത്. 1-ാം പേജിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. കരാർ കമ്പനിയെ കേന്ദ്രം കരിമ്പട്ടികയിലാക്കി എന്ന് 1-ാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട്. 7-ാം പേജിൽ കുറച്ചും കൂടി വിശദമായി ഇതിൻ്റെ രാഷ്ട്രീയം ദേശാഭിമാനി പറയുന്നുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്ക്, അത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. അത് മാതൃഭൂമിയും പറഞ്ഞിട്ടുണ്ട്. ഈ ആ മുതൽ ക്ഷ വരെ എന്നുള്ളത് ദേശാഭിമാനി ഒഴിവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മാതൃഭൂമി അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കരാർ കമ്പനിക്ക് കേന്ദ്രവുമായി ചങ്ങാത്തം, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലയാണ് എന്ന് സമർത്ഥിക്കാൻ ദേശാഭിമാനി ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ UDF ജനങ്ങളെ വെല്ലുവിളിക്കരുതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും കൂടി ഇതിൻ്റെ ഉത്തരവാദിത്വം ആദ്യഘട്ടത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളിൽ അദ്ദേഹം കൂടി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഇതിന് മറുപടി പറയുന്നുണ്ട്. അതുമാത്രമല്ല, പത്രങ്ങളെയും ദേശാഭിമാനി ഒരു പടി കടന്ന് വിമർശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന റോഡിലെ മണ്ണിടിച്ചിലിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ദേശീയപാത അതോറിറ്റി വീഴ്ച സംഭവിച്ചതോടെ പൊളിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് പത്രങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ദേശീയപാതയിൽ 3 വിള്ളലും മണ്ണിടിച്ചിലുണ്ടായത് ആഘോഷമാക്കി UDF പത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് UDF പത്രം എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ UDF പത്രത്തെയും ദേശാഭിമാനി വിമർശിക്കുന്നുണ്ട്. എന്തായാലും കരാർ കമ്പനിക്ക് കേന്ദ്ര സർക്കാരുമായാണ് ചങ്ങാത്തമെന്ന് ദേശാഭിമാനി കൂടി പറഞ്ഞു വെക്കുന്നു. എന്തായാലും കരാർ കമ്പനിയെ വിലക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ഗ്യാരണ്ടിയൊക്കെ തടഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണ് ഈ വാർത്തകളെ പത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ED യുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ED
നമുക്കറിയാം ഇ ഡി എവിടെയെല്ലാം ഇടപെടാൻ കഴിയുമോ അവിടെയെല്ലാം ഇ ഡി ഇടപെടുന്നുണ്ട്. ആ ഇ ഡിയെ കഴിഞ്ഞ ദിവസം ഇന്നലെ സുപ്രീം കോടതി ഒന്ന് പിടിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് തമിഴ്നാട് സർക്കാരിൻ്റെ മദ്യവിൽപ്പന ഏജൻസി ടാസ്മാക്കുമായി ബന്ധപ്പെട്ടും ടാസ്മാക്കിൻ്റെ ആസ്ഥാനത്ത് ഇ ഡി ഒരു റെയ്ഡ് നടത്തിയതിനെയാണ് കോടതി അതിരൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്. എവിടെയും നിങ്ങൾക്ക് കടന്നു കയറാൻ കഴിയുമോ, എല്ലാ പരിധികളും നിങ്ങൾ കടക്കുന്നു, ഫെഡറൽ ഘടന ലംഘിക്കുന്നു, അങ്ങനെ ഗുരുതരമായ വിമർശനമാണ് അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി ഇന്നലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെ നടത്തിയിട്ടുള്ളത്. ആ വാർത്ത ഞാൻ ഈ വാർത്ത പറയാനുള്ള കാരണം കൂടിയുണ്ട്. ആ വാർത്ത മാതൃഭൂമി അടക്കം എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ദേശാഭിമാനി, മാധ്യമം, സുപ്രഭാതം, അങ്ങനെ എല്ലാ പത്രങ്ങളുടെയും മാതൃഭൂമിയിൽ അടക്കം പ്രധാനപ്പെട്ട വാർത്തയാണ്. മനോരമ അത് ഒന്നാം പേജിൽ ചെറിയ വാർത്തയായി നൽകിയിട്ട് ഒരു സിംഗിൾ കോളം വാർത്തയായി നൽകിയതിന് ശേഷം 6-ാം പേജിലൊക്കെ ആ വാർത്തയെ ഒതുക്കിയിട്ടുണ്ട്. ഇ ഡിയുമായി ബന്ധപ്പെട്ട് മനോരമയ്ക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇ ഡി സകല പരിധിയും വിടുന്നുവെന്ന് സുപ്രീം കോടതി ഒരു സിംഗിൾ കോളം 4 വരി മാത്രമാണ്, 4 വരിയില്ല, 1 വരി മാത്രമാണുള്ളത്. അത് ഒരു ഒന്നാം പേജിൽ നൽകുന്നു. 6-ാം പേജിലേക്ക് ചൂണ്ടുവിരലിട്ടിട്ടുണ്ട്. 6-ാം പേജിൽ ആ വാർത്ത വളരെ അപ്രസക്തമായി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ കൂടിയാണ് ഈ വാർത്ത ഇങ്ങനെയാണ് മനോരമ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുകൂടി പറയുകയാണ്. പക്ഷേ മറ്റ് പത്രങ്ങളെല്ലാവരും ഒരുപക്ഷെ എല്ലാ പത്രങ്ങളും ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ മാധ്യമവും സുപ്രഭാതവും കേരളകൗമുദിയിൽ ഒന്നാം പേജിൽ ആ വാർത്തയില്ല. മാതൃഭൂമിയും ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളെല്ലാം ഒന്നാം പേജിൽ സമഗ്രമായ വാർത്ത നൽകിയിട്ടുണ്ട്. ഇ ഡി എന്തായാലും സുപ്രീം കോടതി കുടയുന്നത് ഒരുപക്ഷെ ഇ ഡി നടത്തുന്ന ഇടപെടലുകൾക്ക് ഇ ഡിക്ക് എവിടെ വരെ പോകാമെന്നൊരു ചോദ്യം നമ്മളെല്ലാം പലപ്പോഴും മനസ്സിൽ തോന്നാറുള്ള കാര്യമാണ്. ഇ ഡിയുടെ ഒരു അധികാരം എങ്ങനെയാണ്, ആ അധികാരമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഫെഡറൽ ഘടന ലംഘിക്കുന്നു എന്നുള്ളത്. എന്തായാലും അടുത്തൊരു വാർത്തയിലേക്ക്. മാതൃഭൂമിയുടെ ഒന്നാം പേജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡിസൈനിങ്ങിൽ നന്നായി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാർത്തയിലെ സമഗ്രതയിലും അത് വരുന്നുണ്ട് എന്ന് വേണം കാണാൻ. നമുക്കറിയാം ചില വ്യത്യസ്തമായ വാർത്തകൾ വരുമ്പോഴാണ് പത്രങ്ങളുടെ ഒന്നാം പേജ് അല്ലെങ്കിൽ പത്രങ്ങളുടെ പേജ് സമഗ്രവും സമ്പുഷ്ടവും കാണാൻ ചന്തവുമൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് കണ്ണോടിക്കാൻ തോന്നുന്നത്. അങ്ങനെ ഒന്നാം പേജിൽ നിന്ന് ഏറ്റവും നന്നാക്കിയിട്ടുള്ളത് മാതൃഭൂമിയാണ്. പിള്ളേർ വേറെ ലെവല എന്നാണ് ആ വാർത്തയുടെ ഒരു 2 വാർത്തകളെ ക്ലബ് ചെയ്തിട്ടുള്ള ഒറ്റ വാർത്തയാണ് പിള്ളേർ വേറെ ലെവല. അതായത് സ്കൂൾ കുട്ടികളുടെ മികവിനെക്കുറിച്ചാണ് ആ വാർത്ത. ഒരു ചിന്ന പ്രതിഭ, അതായത് 8ാം ക്ലാസ് വിദ്യാർത്ഥി, നമ്മുടെ കുട്ടികളൊക്കെ ഓൺലൈൻ ഗെയിമുകൾ കളിച്ച് വളരുമ്പോൾ ഒരു കുട്ടി 8ാം ക്ലാസ് വിദ്യാർത്ഥി അവൻ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ്റെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയതാണ് സൂര്യനാരായണൻ. അയാൾ നീലേശ്വരത്തുകാരനാണ്. നീലേശ്വരത്ത് നിന്ന് പീലിക്കോട്ടെ, കാസർഗോഡ് നീലേശ്വരത്തെ പീലിക്കോട്ടെ രമേശൻ്റെ മകനാണ്. അവൻ ഒരു ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നു വ്യാഴത്തിനും ചൊവ്വയ്ക്കും ഇടയിൽ, ആ വാർത്ത. അതോടൊപ്പം തന്നെ അധ്യാപകരെ സ്വയം നിർമ്മിച്ച റോബോട്ടുമായി അധ്യാപകരെ റോബോട്ടിസം പഠിപ്പിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി. അങ്ങനെ 2 പേർ. അവൻ തൃക്കരിപ്പൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ BRC തല അധ്യാപക തല പരിശീലനം, അതായത് വെക്കേഷൻ കാലത്ത് അധ്യാപകർക്ക് പരിശീലനമുണ്ട്. ആ പരിശീലനത്തിൽ ഒരു വിദ്യാർത്ഥി തന്നെ നേരിട്ട് റോബോട്ടുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വാർത്ത. അങ്ങനെ മനോഹരമായ 2 വാർത്തകൾ ക്ലബ് ചെയ്ത് മാതൃഭൂമി ഒന്നാം പേജ് ഏറ്റവും നന്നാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അക്കാര്യത്തിൽ മാതൃഭൂമിക്ക് അഭിനന്ദനം എന്നുകൂടി പറയുകയാണ്. മറ്റൊന്ന്, നമുക്കറിയാവുന്നത് ഈ രാജ്ഭവനിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ പരിപാടി നടന്നിരുന്നു. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ പരിപാടി ഒരു രാഷ്ട്രീയ വിവാദമാക്കിയിരിക്കുകയാണ്. അത് മനോരമ 6-ാം പേജിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. വാർത്ത അതായത് രാജ്ഭവനിൽ RSS സൈദ്ധാന്തികൻ്റെ പ്രഭാഷണം എന്നുള്ളതാണ് വാർത്തയുടെ ഹെഡിങ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് എന്ന പേരിൽ രാജ്ഭവനിൽ RSS സൈദ്ധാന്തികൻ S ഗുരുമൂർത്തിയുടെ പ്രഭാഷണം സംഘടിപ്പിച്ചതിൽ എതിർപ്പുമായി പ്രതിപക്ഷം എന്നാണ് മനോരമ വാർത്ത. മനോരമ മാത്രമാണ് ഒരുപക്ഷെ മലയാള പത്രങ്ങളിൽ ഈ വാർത്ത നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്തയെക്കുറിച്ച് പറയുന്നത്. ഇതിൽ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പ്രതികരിക്കാതെ സർക്കാരും CPM-ഉം, അതായത് RSS സൈദ്ധാന്തികൻ രാജ്ഭവനിൽ വന്ന് പ്രസംഗം നടത്തിയിട്ട് പോയിട്ട് സർക്കാരും CPM-ഉം പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനോരമ പറയുന്നത്. മനോരമയുടെ പ്രശ്നം അതാണെന്ന് തോന്നുന്നു. എതിർപ്പുമായി പ്രതിപക്ഷം, പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ട്, UDF-ന് എതിർപ്പുണ്ട്, ഇപ്പോൾ സർക്കാരിന് എതിർപ്പില്ല. സർക്കാർ എതിർക്കണമെന്ന് മനോരമ പറയാനുള്ള കാരണം ഇതിൻ്റെ ചെലവ് വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഒരു RSS സൈദ്ധാന്തികൻ വന്ന് രാജ്ഭവനിൽ വന്ന് പ്രസംഗിച്ച് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണോ എന്നാണ് ചോദ്യം വരുന്നത്. സൈനിക വിദേശകാര്യ വിദഗ്ധരെ പ്രഭാഷണത്തിന് എത്തിക്കേണ്ടിയിരുന്നെന്ന് VD സതീശൻ പറഞ്ഞു. രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ്. അവിടെ RSS നേതാവ് പ്രസംഗിക്കുകയും മറ്റ് സർക്കാരുകൾക്കെതിരെ രാഷ്ട്രീയ വിമർശനം നടത്തുകയും ചെയ്തത് ദൗർഭാഗ്യകരവും അനൗചിത്യവുമാണെന്നും VD സതീശൻ പറഞ്ഞതായിട്ട് മനോരമ 6-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഈ വാർത്ത ഹിന്ദു 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഹിന്ദു പത്രം ആണ് 1-ാം പേജിൽ ഈ വാർത്ത നൽകിയ ഒരേ ഒരു ദിനപത്രം എന്ന് വേണം കാണാനായിട്ട്. നിറയെ പരസ്യങ്ങളുണ്ട് ഹിന്ദുവിൽ. കോൺട്രവേഴ്സി ഓവർ ടോക്ക് ഓൺ ഓപ്പറേഷൻ സിന്ദൂർ അറ്റ് രാജ്ഭവൻ എന്ന ഹെഡിങ്ങിലാണ്. അത് സെഷൻ ചെയർഡ് ബൈ ഗവർണർ അധ്യക്ഷത വഹിച്ച ചടങ്ങിലാണ് RSS സൈദ്ധാന്തികൻ വന്നതുകൂടി പറഞ്ഞു പോവുകയാണ്. ഹിന്ദു മനോരമയുമാണ് ഈ വാർത്ത നന്നായി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്,
ഈ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കുട്ടിയുമായി ബന്ധപ്പെട്ട പക്ഷേ അതിൽ മാതൃഭൂമി മനോരമയും ഞാൻ ആ എഡിറ്റോറിയൽ മുഴുവൻ വായിക്കുന്നില്ല, മാതൃഭൂമി മനോരമയും അരക്ഷിതമാകുന്ന വീട്ടകം എന്ന തലക്കെട്ടിൽ 2 പത്രങ്ങൾ മനോരമയും മാതൃഭൂമിയും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതെന്തായാലും ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എഴുതേണ്ടതായിരുന്നു, തിരക്കൊണ്ട് എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഈ 3-ാം ദിവസം 4-ാം ദിവസമായി ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ട് കൊലപാതകം നടന്ന് പീഡിപ്പിക്കപ്പെട്ട ശേഷമാണ് 4-ാം ദിവസമാണ് എഡിറ്റോറിയലിനെ കുറിച്ച് 2 പത്രങ്ങളും ചിന്തിക്കുന്നത് എന്ന് കൂടി പറയുന്നു. മറ്റ് പത്രങ്ങളൊന്നും അത് എഡിറ്റോറിയൽ എഴുതിയിട്ട് പോലുമില്ല. മറ്റൊന്ന് ഒരു വാർത്ത കൂടി പറയുന്നു ഞാൻ. മാതൃഭൂമിയുടെ 6-ാം പേജിലാണ്, മാതൃഭൂമി 6-ാം പേജിലും കേരളകൗമുദി 6-ാം പേജിലും 2 പത്രങ്ങളുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് കേരളകൗമുദി 6-ാം പേജിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മവാർഷിക ദിനമാണ് നാളെ. പണ്ഡിറ്റ് കറുപ്പൻ നമുക്കറിയാം സാമൂഹ്യ പരിഷ്കർത്താവാണ്, അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനമാണ് നാളെ. അതിനെക്കുറിച്ച് കേരളകൗമുദി അവരുടെ 6-ാം പേജിൽ എഡിറ്റോറിയൽ പേജിൽ വിശദമായൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം അത്തരത്തിൽ ലേഖനങ്ങൾ ഉണ്ടാകുന്നത് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തലാണ്. അത് പക്ഷേ മറ്റു പത്രങ്ങളൊന്നും കൈകാര്യം ചെയ്ത് കണ്ടില്ല എന്നുള്ളതാണ്. മാതൃഭൂമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, മാതൃഭൂമി 6-ാം പേജിൽ പത്മരാജൻ്റെ 80-ാം ജന്മവാർഷികമാണ് ഇന്ന്. നമുക്കറിയാം ആരാണ് പത്മരാജൻ എന്നുള്ളത്. മലയാളിയെ വല്ലാതെ മോഹിപ്പിച്ച കടന്നുപോയ സംവിധായകൻ, എഴുത്തുകാരൻ. ഒരുപാട് പറയാനുണ്ട് പത്മരാജനെക്കുറിച്ച്. അദ്ദേഹത്തെക്കുറിച്ച് മുരളി ഗോപി എഴുതിയൊരു ലേഖനമാണ്. അത് വായിച്ചപ്പോൾ രാവിലെ ഒരു സന്തോഷം തോന്നി. തൻ്റെ രചനകളിൽ പത്മരാജൻ സ്വീകരിക്കുന്ന അടിസ്ഥാനപരമായ ദൃഷ്ടികോൺ അടക്കം മുരളി ഗോപിയുടെ ലേഖനം നമുക്കറിയാം കുറച്ചും കൂടി സൈദ്ധാന്തികമാണ്, പക്ഷേ മനോഹരമായൊരു ലേഖനമാണിത്. അതിൽ പത്മരാജനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, എനിക്കും സന്തോഷം തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മവാർഷിക ദിനം നാളെയും പത്മരാജൻ്റെ ഇന്നും, അങ്ങനെ പത്രങ്ങൾ ഒരുപക്ഷെ വിട്ടുപോകുന്നത് ഇത്തരം ഓർമ്മപ്പെടുത്തലുകളാണ്. അത് പത്രങ്ങൾ വരുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഇനി ഒരു മരണവാർത്ത. ഇന്നലെ നമുക്കറിയാം മരിച്ചുപോയത് ഒരു ഇന്ത്യൻ താരമായിരുന്ന, കേരള സന്തോഷ് ട്രോഫിയുടെ എല്ലാമായിരുന്ന, കേരളത്തിന് ആദ്യം സന്തോഷ് ട്രോഫി നേടിത്തന്ന നജിമുദ്ദീൻ എന്ന് പറയുന്ന, ഒരുപക്ഷെ ബേബി മുള്ളർ എന്നൊക്കെ പറയുന്ന മുള്ളറിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജർമ്മൻ ഫുട്ബോളറായിരുന്നു. അങ്ങനെ വിശേഷിപ്പിച്ച 1970-കളിൽ മലയാളിയെ കോരിത്തെരിപ്പിച്ച ഫുട്ബോളർ അദ്ദേഹം അന്തരിച്ചു ഇന്നലെ നജിമുദ്ദീൻ. അത് എല്ലാ പത്രങ്ങളും സ്പോർട്സ് പേജിൽ വളരെ നന്നായി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് അർഹിക്കുന്ന ഒരു യാത്രയപ്പ് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം മലയാളിയെ അല്ലെങ്കിൽ കേരളത്തെ ഫുട്ബോൾ കളിക്കാൻ പ്രേരിപ്പിച്ച ഒരു തലമുറയുടെ സ്ട്രൈക്കറായിരുന്നു, മുന്നേറ്റക്കാരനായിരുന്നു. അദ്ദേഹം അന്തരിച്ച വാർത്ത എല്ലാ പത്രങ്ങളും നന്നായി തന്നെ നൽകിയിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു സേതു.